നമ്മള് ഈ സുലഹ്ഫാത്ത് അതേപോലെ ബത്തത്വാനി ഇവരുടെ കഥയാണ് പഠിച്ചത്. അപ്പൊ ഈ കഥയിൽ നിന്ന് ഒരുപാട് ലമീറുകളുടെ ഘടന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസുകൾ ഈ ചാപ്റ്ററിൽ കൊടുത്ത ആക്ടിവിറ്റീസ് നമ്മൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ആക്ടിവിറ്റീസ് മുഷ്കിൽ അൽഫാൽ ഓർ ഉൻകിയ മാനി. ഈ ടെസ്റ്റില് അല്ലെങ്കിൽ ഈ കഥയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളുടെ പ്രയാസകരമായ വാക്കുകളുടെ അർത്ഥം ഇവിടെ കൊടുത്ത അർത്ഥങ്ങൾ. പൊതുവെ എക്സാമുകളിലൊക്കെ ഇവിടെ കൊടുത്ത അർത്ഥങ്ങൾ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയ പഠനമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് മാത്രം നോക്കിയാൽ മതി. ബിർക്കത്ത് എന്ന് പറഞ്ഞാല് കുളം എന്നർത്ഥം. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. നഫദ എന്ന് പറഞ്ഞാൽ തീർന്നു പോവാ. നഫദത്ത് ഇല്ലാതെയായി പോവാ, തീർന്നു പോവാ എന്നർത്ഥം. പിന്നെ ത്വലബ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനാണ് ത്വലബ് എന്ന് പറയാം. പിന്നെ തൊയ്റാൻ എന്ന് പറഞ്ഞാല് ഈ പറക്കൽ, ഫ്ലൈയിങ്ങിനാണ് തൊയ്റാൻ എന്ന് പറയാം. ഊത് എന്ന് പറഞ്ഞാല് കൊള്ളിക്കഷ്ണം. യസ്റഹൂന എന്ന് പറഞ്ഞാല് ഒച്ചയുണ്ടാക്കുക, ആക്രോശിക്കുക, ശബ്ദമുണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. കഫ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊട്ടിക്കട്ടെ, അള്ളാഹ് പൊട്ടിച്ചു. അത് ഒരു പ്രാർത്ഥനാ രൂപത്തിലുള്ള വാക്കാണ്. കഫ അള്ളാഹ്, അള്ളാഹ് പൊട്ടിച്ചു കളയട്ടെ. അയ്യൻ എന്ന് പറഞ്ഞാല് കണ്ണുകൾ. അയിനിന്റെ ജമ്മാണ് അയ്യൻ, കണ്ണുകൾ. മിൻകാർ എന്ന് പറഞ്ഞാല് ചുണ്ടിനാണ് പറയാം. മനുഷ്യന്മാരെ ചുണ്ടിന് മിൻകാർ എന്ന് പറയില്ല. പക്ഷികളുടെ ചുണ്ട്, അതിനാണ് മിൻകാർ എന്ന് പറയാം. പിന്നെ ഇതില് ലമീറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ലമീറുകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ ഉദാഹരണം ഇപ്പോ ഈ ലമീർ പല രീതിയിലും മാറും. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സെയ്ദുൻ കിതാബുഹു ജമീലുൻ. അവിടെ കിതാബുഹു സെയ്ദുൻ, സെയ്ദ് കിതാബു, ആ സെയ്ദിന്റെ പുസ്തകം ഭംഗിയുള്ളതാണ്. അപ്പൊ ഈ കിതാബുഹു എന്ന് പറഞ്ഞാല് നേരെ അപ്പുറത്ത് പറഞ്ഞാൽ സെയ്ദിലേക്കാണ് ആ ലമീർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഈ പ്രൊണൗൺ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് ഉപയോഗിക്കുന്നത്? മുമ്പൊരു പേര് പറഞ്ഞു, ആ പേരിലേക്ക് ഹി എന്നോ ഷീ എന്നൊക്കെ ഇട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചുള്ളൂ അല്ലെ. രണ്ടു പേരാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ബോത്ത് എന്നോ കൊടുക്കുന്നല്ലാതെ അല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊനൗണുകൾ ഇംഗ്ലീഷിൽ ഇല്ല. ഇവിടെ നേരെ ഇംഗ്ലീഷിൽ ഷീ ഹി എന്നൊക്കെ മുമ്പൊരു ലേഡിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ആ ലേഡിയുടെ പേര് എടുത്ത് പറയില്ല, കാരണം അത് ലെങ്ത് ആവും. അതുകൊണ്ട് നമ്മൾ അതിന്റെ പകരം ഷീ എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ അതുപോലെ ഈ അറബിയിൽ അതേ വാക്ക് വീണ്ടും എടുത്ത് പറയാന്നുള്ളത് പ്രായോഗികമായിട്ട് ലെങ്തി ആയ സെന്റൻസ് ആയി മാറും. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ലമീറുകൾ ഉപയോഗിക്കുന്നത്. ആ ലമീറുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം അവിടെ സെയ്ദുൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കിതാബുഹു ജമീൽ എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ രണ്ട് പേരുണ്ട് വിചാരിക്കോട്ടെ, അപ്പോൾ എന്ത് പറയേണ്ടി വരും നമ്മള്? കിതാബുഹുമ എന്ന് പറയേണ്ടി വരും. അവിടെ ഒരുപാട് പേരുടെ കിതാബുഹും, അതൊരു സ്ത്രീ ആണെങ്കിൽ കിതാബുഹാ. രണ്ട് സ്ത്രീകളാണെങ്കിൽ കിതാബുഹുമ. സ്ത്രീകൾ ഈ രണ്ട് പേരാകുമ്പോൾ ഹുമാ ഹുമ എന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ അത് ഒരുപാട് സ്ത്രീകളാണെങ്കിൽ കിതാബ് ഹുന്ന എന്ന് പറയേണ്ടി വരും. ഇത് നേരെ നമ്മുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയോടാണ് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കിതാബുക്ക, നിന്റെ പുസ്തകം എന്നാവും. നിങ്ങൾ രണ്ടുപേരുടെയും പുസ്തകം എന്നാകുമ്പോൾ കിതാബുക്കുമ എന്നാവും. നിങ്ങളുടെ പുസ്തകം കിതാബുക്കും, അതൊരു ലേഡി ആണെങ്കിൽ കിതാബുക്കി. രണ്ടുപേരാണെങ്കിൽ കിതാബുക്കുമ എന്ന് തന്നെയാണ്. കുമ ഈ തസ്നീന്റെ അവസരത്തിൽ എല്ലാ അവസരവും ഒരുപോലെയാണ്, മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും. പിന്നെ അത് ഒരുപാട് ലേഡീസ് ആണ് ഇവിടെ മുമ്പിൽ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കിതാബ് കുന്ന എന്ന് പറയേണ്ടി വരും. ഞാനാണെങ്കിൽ കിതാബി, എന്റെ പുസ്തകം. നമ്മുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ കിതാബുന എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ഈ ഒരേ ലമീർ തന്നെ ആ ആരിലേക്കാണോ അല്ലെങ്കിൽ ആരാണോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു മാറ്റമാണ്, ആ മാറ്റത്തിന്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചത്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇത് ഉറുദുവിലാണ് ചോദ്യങ്ങൾ. സിമ്പിൾ ഡയറക്റ്റ് ആൻസർ ഉള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ, കച്ചുവെ കി കിസ് സെ ദോസ്തി തീ. ഈ ആമക്ക്, കച്ചുവ എന്നുള്ള ആമക്കാണ് പറയുക. സുലഹ്ഫാത്തിന്റെ ഉറുദു ആണ്. അപ്പൊ ആരുമായിട്ടാണ് സൗഹൃദം ഉണ്ടായിരുന്നത്? ബത്തത്താനി അല്ലെ, രണ്ട് താറാവുമായിട്ടാണ് സൗഹൃദം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കച്ചുവേനെ ദോനോ മുർഗാബിയോ സെ ക്യാ കഹാ. ആമ രണ്ട് താറാക്കളോട് എന്താണ് പറഞ്ഞത്? ആര് പറഞ്ഞത്? ഈ വെള്ളം തീർന്നു പോയാൽ എനിക്കിവിടെ ജീവിതമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്നാണ് പറഞ്ഞതില്ലേ. അപ്പൊ അതിന്റെ അറബിയിൽ എഴുതാ. പിന്നെ കശുവേനെ അപ്പനെ മുഹ്സെ കിസ് ചീസ് കോ പക്കടാ. എങ്ങനെ തന്റെ വായ കൊണ്ട് എന്താണ് മുറുകെ പിടിച്ചത്? റോദിലെ കൊള്ളി കഷ്ണമാണ് മുറുകെ പിടിച്ചത്. പിന്നെ ദോനോ മുർഗാബിയോനെ കച്ചുവെ കോ കിസ് ബാത്ത് കി നസിയത്ത് കി. രണ്ട് അപ്പൊ താറാവുകള് ഈ ആമയോട് എന്താണ് ഉപദേശിച്ചത്?
എന്ത് തന്നെ വന്നാലും നീ ഒരു നിലക്കും ഒരവസ്ഥയിലും ഒന്നും മിണ്ടരുത്, വായ തുറക്കരുത് എന്നാണ് അവരോട് ഉപദേശം കൊടുത്തിട്ടുള്ളത് അല്ലെ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, കछुए ने लोगों की बातें सुनकर क्या कहा? ആളുകളുടെ സംസാരം കേട്ട് ഈ ആമ എന്താണ് പറഞ്ഞത്? ആമ പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ കണ്ണു പൊട്ടിക്കട്ടെ എന്നല്ലേ, കഫ അള്ളാഹു അയ്യുനക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് അറബിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മത്താ ബദഅത്ത് മിയാവുൽ ബിർക്കത്ത് തൻഫുദ്, എപ്പോഴാണ് കുളത്തിലെ വെള്ളങ്ങൾ തീരുക? അയ്യാമു സൈഫിലാണ് അല്ലെ, ഉഷ്ണകാലത്താണ് കുളത്തിലെ വെള്ളങ്ങൾ അവസാനിക്കുക, തീർന്നു പോവുക. രണ്ടാമത്തെ ചോദ്യം, മാതാ തൊലബത്തി സുലഹ്ഫാത്തു മിനൽ ബത്തത്തൈനി, രണ്ട് താറാക്കളിൽ നിന്ന് താറാക്കളുമായിട്ട് ആമ എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? റിക്വസ്റ്റ് ചെയ്തത് എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം എന്നാണ് റിക്വസ്റ്റ് ചെയ്തത് അല്ലെ. പിന്നെ മാതാ അഹദത്തി സുലഹ്ഫാത്തു ബി ഫമിഹ, ഈ സുലഹ്ഫാത്ത് എന്താണ് തന്റെ വായ കൊണ്ട് മുറുകെ പിടിച്ചത്? ഊതാണ്, പുള്ളി കഷ്ണമാണ് മുറുകെ പിടിച്ചത്. കപല തൊഴിലാളി മാതാ കാലത്തിൽ ബത്തത്താനിൽ സുലഹ്ഫാത്തി, പറക്കുന്നതിന് മുമ്പ് താറാക്കൾ സുലഹ്ഫാത്തിന് കൊടുത്ത ഉപദേശം എന്താണ്? നീ ഒരു അവസരത്തിലും ഒന്നും ഒരക്ഷരം മിണ്ടരുത് എന്നാണ് ഉപദേശിച്ചത്. പിന്നെ മാതാ കാലത്ത് സുലഹ്ഫാത്തുൽ ഇന്നാസി കബല സുക്കൂത്ത് അൽ അർളി, ഭൂമിയിൽ ഈ സുലഹ്ഫാത്ത് വീഴുന്നതിന് മുമ്പ് സുലഹ്ഫാത്ത് ആളുകളോട് എന്താണ് പറഞ്ഞത് കഫല്ലാഹു അയ്യുനക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം സിമ്പിൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത ഒന്നുണ്ട്, ഇത് നമ്മൾ ശ്രദ്ധിക്കട്ടോ, കാരണം ഇത് നമ്മുടെ ഈ നഹ്വിയ ഈ കാര്യം ലമീറുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. കഥയും മനസ്സിലാവണം കേട്ടോ. അപ്പൊ കഥ വായിച്ച് മനസ്സിലായ ഒരാൾക്കല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പൊ കഥ മനസ്സിലാവണം. കഥ മനസ്സിലാവണമെങ്കിൽ അറബി ഭാഷ അറിയണം. അപ്പൊ ഭാഷ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആളാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്, ആക്ടിവിറ്റി ആണ് ഇത്. खाली जगहों को सामने दिए गए किसी मुनासिब लफ्ज से पुर करें. ഇവിടെ ഒരു കഥയുടെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ 3 ഓപ്ഷൻസുകളുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ബെസ്റ്റായ ഓപ്ഷൻ ഏതാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. തൊലബത്ത് മിനൽ ബത്തത്തൈനി അൻ തദ്ഹബ ബിഹാ ഇലാ ബിർക്കത്തിൽ കുബ്ര, ആരാണ് ഈ രണ്ട് പ്രാക്കളോടല്ല, സോറി, നമ്മുടെ താറാവുകളോട് ആവശ്യപ്പെട്ടത് അവരെയും ആ വലിയ കുളത്തിലെ കൊണ്ടുപോകണമെന്ന്? നമ്മൾ ഇതുവരെ കഥയിൽ പറഞ്ഞത് സുലഹ്ഫാത്തിനെ കുറിച്ചാണല്ലേ. അപ്പൊ തൊലബത്തി സുലഹ്ഫാത്തു മിനൽ ബത്തത്തൈനി എന്നാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ, കാലത്ത് സുലഹ്ഫാത്തുലിൽ ബത്തത്തൈനി, ആമ ബത്തകളോട് പറഞ്ഞു, ആഹുദു വസ്തൽ ഓതി ബി ഫമീ, അല്ലെ, ഞാൻ എന്റെ എന്റെ മുഖം കൊണ്ട്, എന്റെ ഫമു കൊണ്ട്, വായ കൊണ്ട് ഞാൻ ആ കൊള്ളിയുടെ നടുവിൽ പിടിക്കാമെന്നാണ്. അല്ലാതെ ബിയതി എന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കാല് കൊണ്ടോ അല്ലല്ലോ, ബിഫമി എന്റെ വായ കൊണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ബിഫമി എന്നാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ, ഫിൽ യോമിസാനി, അടുത്ത ദിവസം ജാത്തിൽ ബത്തത്താനി, രണ്ട് താറാക്കള് വന്നു. എന്തുകൊണ്ടാണ് വന്നത്? ബിൽ ഹജരി, കല്ലുകൊണ്ടാണോ? ബിൽ സിക്കിനി, കത്തി കൊണ്ടാണോ? ബിൽ ഊതി, കൊള്ളിക്കഷ്ണം കൊണ്ടാണോ? കൊള്ളിക്കഷ്ണാണ് അല്ലെ, ബിൽ ഊതായിട്ടാണ് വന്നത്. പിന്നെ തോറത്ത് ഹാദിഹി, ഇവർ ഇവർ അൽ ഹംസത്ത് 5 പേരാണോ? അസലാത്ത് 3 പേരാണോ? അത്തിസത്ത് 9 പേരാണോ ആകാശത്തിലൂടെ പറന്നു പോയത്? അസലാസത്തുല, ഈ 3 പേരാണ്. ഇവർ 3 പേരും കൂടിയാണ് ആകാശത്തിലൂടെ പറന്നു പോയത്. ബദഅന്നാസു യഖൂലൂന, ആളുകൾ പറയാൻ തുടങ്ങി, കൈഫ തത്തീറു ഡാഷ് മാൽ ബത്തത്തിൽ, എങ്ങനെയാണ് ഡാഷ് താറാക്കളോട് കൂടെ പറന്നു പോകുന്നത്? ദജാജത്ത് കോഴിയാണോ? ഹമാമത്ത് പ്രാവാണോ? അസുലഫാത്ത് ആമയാണോ? അപ്പൊ നമ്മുടെ കഥ മൊത്തം ആമയായതുകൊണ്ട് ഇവിടെ ആൻസർ സിമ്പിളായി നമുക്ക് കിട്ടും. ആ സുലഫാത്ത് എന്നാണ് ഇവിടെ ആൻസർ എന്നുള്ളത്. പിന്നെ അടുത്തത്, ദർജ് ദയൽ ജുംലോങ്കോ ദുറസ്ത് കരെ, ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തു. ചിലപ്പോ ഈ വാക്കുകൾക്കിടയിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടാകാം. നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ പറഞ്ഞ കഥയുടെ കഥാശകലം നോക്കി പോകേണ്ടി വരും. അവിടെ എന്താണ് ഈ കഥ പറഞ്ഞത് അതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഒരു പക്ഷെ ഇവിടെ നേരെ അതന്നെ കൊടുത്തിരിക്കും, അപ്പൊ അങ്ങനെയാണ് ശരിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ കൂട്ടി ചേർത്ത് കൊണ്ട് നമ്മൾ ആ സെന്റൻസിനെ പൂർത്തിയാക്കണം. ഇവിടെ നോക്കൂ, ഫി അയാമി സൊയ്ഫി ലമ്മ ബദാത്ത് മിയാവുൽ ബിർക്കത്ത് യൻഫുദു, ഇവിടെ എന്തോ ഒരു വാക്ക് മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ കഥാഭാഗത്തേക്ക് നോക്കി പോകേണ്ടി വരും. ഇത് എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കാം. ഇത് പറഞ്ഞത് ഇവിടെയാണ്. ഇതാ രണ്ടാമത്തെ വരിയില്, ഫി അയ്യാമി സൈഫി ലമ്മ ഇഷ്തദ്ദത്തിൽ ഹറാറത്തു
ബദഅത്ത് മിയാഉൽ ബിർഖത്തി തൻഫുദു. അപ്പൊ ഇങ്ങനെയാണ് ആ സെന്റൻസിന്റെ ഓർഡർ ഉള്ളത്. അപ്പൊ ഇവിടെ ലമ്മ ഇഷ്ടത്തിൽ ഹറാറത്ത് എന്നുള്ള വാക്കൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഇവിടെ നോക്കിയിട്ട് ആ സെന്റൻസ് പൂർത്തീകരിക്കുക. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല, നമ്മൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. കാലത്ത് സുലഹഫാത്തുൽ ബത്തത്തിൽ ലാ ഹയാത്ത ലഹു ബാദമാ നഫദത്തിൽ മിയാവൂ എന്നാണോ പറഞ്ഞത്? അവിടെ ലാ ഹയാത്ത ലഹു എന്നല്ല പറഞ്ഞത്, ലാ ഹയാത്ത ലീ എന്നല്ലേ അങ്ങനല്ല പറഞ്ഞത്, ലാ ഹയാത്ത ലീ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ലാ ഹയാത്ത ലീ ബാദമാ നഫദത്തിൽ മിയാവൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ തെറ്റിൽ ശരിയാക്കാന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത് വാഫഖത്തിൽ ബത്തത്താനി അല ഹാദി തൊലബി, അവർ രണ്ടുപേരും ഇത് ശരിയാണ്, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കാലത്ത് സുലഫാത്തു ആമ പറഞ്ഞു ആഹുദ് വാസ്തൽ ഓതി ബി ഫമിഹാ, അവിടെ ഫമിഹ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ കൊള്ളി കഷ്ണത്തിന് നടുവ് പിടിക്കാം ബി ഫമി, എന്റെ വായ കൊണ്ട് പിടിക്കാം എന്നാണ്, ബി ഫമി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്, ബി ഫമി എന്നാക്കണം. പിന്നെ അടുത്തത് മാ റാഅത്ത് അഹദും മിന്ന എന്നല്ല, മാറ ഐന എന്ന് പറഞ്ഞത് അല്ലെ, മാറ ഐന മിസ്ല ഹാദൽ മന്ദരി എന്നാണ് ആളുകൾ പറഞ്ഞത്. അപ്പൊ ഇതിലുള്ള ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. ആ മിസ്റ്റേക്ക് നഹവിയായ മിസ്റ്റേക്ക് ആണ്, തിരുത്താനുള്ള ഒരു ചോദ്യമാണ്. പിന്നെ പിന്നുള്ളതൊക്കെ ഈ അതിന്റെ ആൻസറുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരു കഥയുടെ ഗുണപാഠം മനസ്സിലാക്കണം. കഥയുടെ ഗുണപാഠം എന്താണ്? കഥയുടെ ഗുണപാഠം ഏതാണ്? ആലോചിക്കാതെ ഒന്നും ചെയ്യരുത് അല്ലേ. അവിടെ വായ തുറന്നാൽ ഒരുപക്ഷെ നമുക്ക് സംസാരിക്കാൻ മുട്ടിയേക്കാം, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരമാണ്. പക്ഷെ അവിടെ നമ്മൾ സംസാരിച്ചത് കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം. കഥയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ പഠിച്ച്, മിൻകാർ പോലെയുള്ള, സൊറഹ പോലെയുള്ള, അയ്യൂന് തുടങ്ങിയ ചെറിയ ചെറിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ലമീറുകൾ മടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പാഠം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇനി മനസ്സിലാവാത്തവര് ഈ പാഠം കേട്ടതിന് ശേഷം ഒന്ന് രണ്ട് തവണ വീണ്ടും വായിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഹാ എന്ന് വന്നത്, എന്തുകൊണ്ടാണ് ഹും എന്ന് വന്നത് എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ ക്ലിയർ ആവും എന്നാണ് വിശ്വസിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്.